നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. വളരെ വ്യാപകമായിട്ടും അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലും പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ബോഡി ഷേമിംഗ് എന്നുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ പലപ്പോഴായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ബോഡി ഷേമിംഗ്. പ്രത്യേകിച്ച് അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവരെയൊക്കെ കളിയാക്കാനും ജഡ്ജ് ചെയ്യപ്പെടാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അല്ലെങ്കിൽ കളറ് കുറയുന്നതിൻ്റെ പേര് കളിയാക്കൽ നേരിടാറുണ്ട്. ഈവൻ സ്കിന്നിൽ ഒരു ചെറിയ പാട് വന്നാൽ പോലും അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ ആൾക്കാർ കാണും. ഇത്തരത്തിലുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്കറിയാം ഇത് എത്രമാത്രം മെൻ്റൽ ട്രോമയാണ് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത് എന്ന്. മാനസിക സംഘർഷം അവർക്ക് ഉണ്ടാവാറുണ്ട്. പറയുന്നവർ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്നതായിരിക്കും, എന്തും ആവട്ടെ. പക്ഷെ അത് ഫേസ് ചെയ്യുന്നവർക്ക്, അത് കേൾക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ട് അവർക്ക് വളരെയധികം അവരെ ഡൗൺ ആക്കും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ. മാത്രമല്ല, ഈവൻ ഡ്രസ്സ് ചെയ്യപ്പെടുന്ന രീതിയിൽ പോലും പലരും ജഡ്ജ് ചെയ്യപ്പെടാറുണ്ട്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിന് പോലും ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബോഡി ഷേമിങ്ങിൽ പെടുന്നതാണ്. ഒരു വ്യക്തിയെ അവരുടെ ലുക്ക് വൈസ് അവരെ ജഡ്ജ് ചെയ്യപ്പെടുന്നതിനാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് മാനസികമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ വരാറുണ്ട്. മാത്രമല്ല, അവരുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുകയും അവരുടെ ഉള്ളിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ട് ഒരാളെ തളർത്തുകയാണ് ഇത്തരം ബോഡി ഷേമിങ്ങിലൂടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബോഡി എങ്ങനെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക. ഒരുപാട് പേര് പല അഭിപ്രായങ്ങൾ പറയാനും പല കമൻസ് പറയാനും ഒക്കെ കാണും. നമുക്ക് ആരെയും പ്ലീസ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബോഡി എങ്ങനെയാണോ അത് നമ്മളെ സ്നേഹിക്കുക, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആരെന്ത് പറഞ്ഞാലും അത് കൂടുതലായിട്ട് മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ വാല്യൂസ് നമ്മൾ സ്വയം മനസ്സിലാക്കുക. മാത്രമല്ല, ബോഡി പോസിറ്റിവിറ്റി കൊണ്ടുവരിക. ബോഡി പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി എങ്ങനെയാണോ അത് അംഗീകരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, അത് സ്നേഹിക്കുക. സ്വയം നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് ഒരു ഫീൽ ഗുഡ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. സ്വയം നമ്മളെക്കുറിച്ച് ഒരു ഫീൽ ഗുഡ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നത് വളരെ നമ്മുടെ പേഴ്സണൽ മാനസികാരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ഈ പുറമേയുള്ള കളറിനോ അല്ലെങ്കിൽ പുറമേയുള്ള ഹൈറ്റിനോ വണ്ണത്തിനോ മെലിഞ്ഞിരിക്കുന്നതിലോ ഒന്നുമല്ല കാര്യം. നമ്മൾ എത്രമാത്രം ഹെൽത്തി ആണ് എന്നുള്ളതിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മുടെ ബോഡി എങ്ങനെ ഇരുന്നാലും അത് ഹെൽത്തി ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. ഇല്ലാത്ത കാര്യം ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം തന്നതിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നന്ദിയുള്ളതായിട്ട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്കെപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും. അത് പാടില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം. സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ തെറാപ്പി ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് മറ്റുള്ളവർക്ക് നമ്മളെ തളർത്താൻ പറ്റും. അതുകൊണ്ട് ലുക്ക് വൈസ് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആവട്ടെ എന്ത് പറഞ്ഞാലും കൂടുതലായിട്ട് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുക. അതിപ്പം ലുക്ക് വൈസ് ആരെയും ജഡ്ജ് ചെയ്യാൻ, നമ്മളും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല, നമ്മളെയും ആരും ജഡ്ജ് ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെങ്ങനെയാണോ അതും അക്സെപ്റ്റ് ചെയ്യുക. ആരെയും ചേഞ്ച് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കരുത് നമ്മളത് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകണം എന്ന് ആൾക്കാർ പറയും, അല്ലെങ്കിൽ ഫുഡ് കുറയ്ക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ സ്വീറ്റ്സ് കുറയ്ക്കണം എന്ന് ആൾക്കാർ പറയും.
ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ഹെൽത്തി ആയിരിക്കണം, അത് ഉറപ്പുവരുത്തണം. പക്ഷേ നമ്മുടെ ലുക്ക് വൈസ് നമുക്ക് ജിമ്മിൽ പോകണോ അല്ലെങ്കിൽ ഭക്ഷണം കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ലുക്ക് വൈസ് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തോടെ മാത്രം ചെയ്യുക. മറ്റൊരു പ്രശ്നമാണ്, ഇത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് നേരിടുന്ന പലരും സ്വയം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് വലിയൊരു ഫംഗ്ഷന് പോവാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങാനോ ഒക്കെ അവർക്ക് മടിയായിരിക്കും. അവർ സ്വയം ഹൈഡ് ചെയ്ത് ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് സ്വയം ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം അക്സെപ്റ്റ് ചെയ്യുക, സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ വളരെ ജെനുവിനായിട്ട് വളരെ കുറച്ച് ആൾക്കാർ നമുക്ക് ചുറ്റിനും കാണും. അതായത് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണും. അവർ പക്ഷേ ചിലപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഓരോ കമൻറ്റ് പറയുന്നത്. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക. അല്ലാതെ നമ്മളെ ഒരുപാട് കളിയാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ മറ്റുള്ളവർ പറയുന്ന കമൻസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്വയം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനും സ്വയം നമ്മളെ സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ എല്ലാവരും ശ്രമിക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പുറമേ ഉള്ള ഒരു ബ്യൂട്ടി അല്ല ഇമ്പോർട്ടൻറ്റ്, മനസ്സിൻ്റെ ബ്യൂട്ടിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്ര പേര് കളിയാക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് പറയുന്നവരോ ഒക്കെ കാണുമെങ്കിലും നമ്മുടെ ഇന്നർ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം, കാം ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നമ്മളെപ്പോഴും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പം ഫസ്റ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോട് ഉള്ളത് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഇന്നറായിട്ടുള്ള ഉൾമനസ്സ് എപ്പോഴും വളരെ സ്നേഹിക്കുന്നതും വളരെ കാമായിട്ടുള്ളതും പീസ്ഫുൾ ആയിട്ടിരിക്കുന്നതും ഹാപ്പി ആയിട്ടിരിക്കുന്നതുമായിരിക്കണം. ഒരു മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നമ്മുടെ മനസ്സ് തളരരുത്. പിന്നെ എപ്പോഴും ഉള്ളതുപോലെ ഒന്നും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. അതിപ്പം സ്വന്തം ബോഡി ആണെങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അവരുടെ അത്രയും ഹൈറ്റ് എനിക്കില്ലല്ലോ, അവരുടെ അത്രയും സ്ലിം അല്ലല്ലോ, അല്ലെങ്കിൽ എന്താണോ അവരുടെ അത്രയും കളർ എനിക്കില്ലല്ലോ, ഇങ്ങനെ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരും ഡിഫറെൻ്റ് ആണ്, അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്നത് പോലെ കളിയാക്കാനും കമൻറ്റ് പറയാനും ക്രിറ്റിസൈസ് ചെയ്യാനും അഭിപ്രായം പറയാനും ഒക്കെ ഒരുപാട് പേര് കാണും. ഇവരോടെല്ലാം നമുക്ക് റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് തിരിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കളിയാക്കാൻ, നമ്മൾ ഒരുമാതിരി സർക്കാസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടോ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അവിടുന്ന് മാറുക, അത്രമാത്രം മതി. കാരണം ഇത്തരം ബോഡി ഷേമിങ് വളരെ മോശമായിട്ടുള്ള ഒന്നാണ്. അത് നേരിടുന്ന വ്യക്തി വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് നേരിടുമ്പോൾ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, ഡിപ്രഷൻ പോലും വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മളായിട്ട് ഒരു വ്യക്തിയെ ബോഡി ഷേമിംഗ് നടത്താനോ അഭിപ്രായങ്ങൾ ഒരുപാട് പറയാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. അതുപോലെ നമ്മളെയും ആരും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമൻസ് പറയാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബോഡി ഷേമിംഗ് നടത്താനും ഒന്നും അനുവദിക്കുകയും ചെയ്യരുത്. നമ്മളെപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ ബോഡിയെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ ഹെൽത്തി ആണോ അത് മാത്രം നോക്കുക. ഇന്നർ മൈൻഡ് പവർഫുൾ ആക്കി വയ്ക്കുക, മുന്നോട്ട് പോവുക. എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മളായിട്ട് ആരെയും ബോഡി ഷേമിംഗ് ഒന്നും നടത്താതിരിക്കുക. കാരണം അത് ഫേസ് ചെയ്യുന്നവർക്ക് ഒരുപാട് മെൻ്റൽ ട്രോമ അവർ ഫേസ് ചെയ്യേണ്ടി വരും. മെൻ്റലി അവർ ഒരുപാട് അഫക്റ്റഡ് ആവും. നമ്മളായിട്ട് ആരെയും അത്തരത്തിൽ ടോർച്ചർ ചെയ്യാതിരിക്കുക. ആരും നമ്മളെയും ടോർച്ചർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.